എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തേങ്ങ വറുത്തരച്ച് ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായി ആവശ്യമുള്ള സാധനങ്ങൾ: പച്ചക്കറി അരിഞ്ഞു വെച്ചത്, ഇതിനകത്ത് മുരിങ്ങാക്കായ 2 എണ്ണം, വെണ്ടയ്ക്ക 4, ചെറിയുള്ളി 6, തക്കാളി 2 എണ്ണം, ചേന ഒരു ചെറിയ കഷ്ണം, ഉരുളക്കിഴങ്ങ് 1, ക്യാരറ്റ് 1 എണ്ണം. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് 1/2 കപ്പ്, തേങ്ങ വറക്കാൻ ആവശ്യമായത് 1/2 കപ്പ്, പൊടികൾ: മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, സാമ്പാർ പൊടി 3/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിന്, കടുക് വറക്കാൻ ആവശ്യമായ ചെറിയുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ മല്ലിയില ഒരു 1/2 ടീസ്പൂൺ, ശർക്കരപ്പൊടി. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും അടുപ്പിച്ചിടും. കുക്കർ 3 വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് തേങ്ങ ഇടും. എന്നിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കുക. തേങ്ങ പാകത്തിന് വറവായിട്ടുണ്ട്. കൂടുതൽ വറുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി പച്ചക്കറി വേവിച്ചെടുക്കാം. തേങ്ങ വറുത്തത് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. വെന്ത കഷ്ണങ്ങൾ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കും. ഇനി ഇതിലേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അരപ്പും സാമ്പാർ പൊടിയും പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്തിട്ടുണ്ട്. 3/2 ടീസ്പൂൺ സാമ്പാർ പൊടി, പിന്നെ പുളിവെള്ളം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തതുകൊണ്ട് നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇവിടെ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫിനിഷിങ് വർക്കിലേക്ക് ചട്ടി ചൂടായതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ശർക്കരപ്പൊടിയും മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ശർക്കരപ്പൊടി ചേർക്കുന്നത് മസാലയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ്. എന്നിട്ട് അടച്ചു വയ്ക്കുക. സാമ്പാർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ
കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. 2 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.